ഹലോ, ഗുഡ് മോർണിംഗ് മൈ ഡിയേഴ്സ്. ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് സമ്പത്തിലേക്കുള്ള താക്കോലിനെ കുറിച്ചിട്ടാണ്. ആ സമ്പത്തിലേക്കുള്ള താക്കോൽ അത് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ജീവിതം സമ്പന്നമായി, നിങ്ങളുടെ ജീവിതത്തിൽ സമൃദ്ധി കൊണ്ട് നിറയ്ക്കാൻ കഴിയും. ധാരാളം പണം നിങ്ങളിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. ആ ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് പലപ്പോഴും തോന്നിയിട്ടില്ലേ, പണം എൻ്റെ കയ്യിൽ ഒരു പണമില്ല, എനിക്ക് ഫുൾ സാമ്പത്തിക ബാധ്യതകളാണ്, സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണ് എന്ന് വെച്ചാൽ നമുക്ക് ചുറ്റുമുള്ള ആളുകൾക്കൊന്നും അങ്ങനത്തെ ബുദ്ധിമുട്ടില്ല, അവരിലേക്ക് ധാരാളം പണം വരുന്നു. അങ്ങനെയൊക്കെ നമുക്ക് പലപ്പോഴും ഒരു ശരാശരി മനുഷ്യന് പലപ്പോഴും തോന്നുന്ന കാര്യങ്ങളാണല്ലോ. പക്ഷേ അത്തരത്തിലുള്ള തോന്നലുകൾ തന്നെയാണ് നമ്മളിലേക്ക് പണവും സമ്പത്തും അടുപ്പിക്കാത്തത്. ആദ്യം അത് മനസ്സിലാക്കുക. അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കാതിരിക്കുക. പണത്തിലേക്കുള്ള താക്കോൽ നമുക്ക് നേടണമെങ്കിൽ, അല്ലെങ്കിൽ സമ്പത്തിലേക്കുള്ള താക്കോൽ നമുക്ക് നേടണമെങ്കിൽ ആദ്യം നമ്മളിലുള്ള 5 കാര്യങ്ങളുടെ താക്കോൽ നമ്മൾ ആദ്യം തുറക്കണം. അതിൽ ഒന്നാമത്തെ കാര്യം മനസ്സിന്റെ താക്കോൽ തുറക്കുക എന്നാണ്. സമ്പത്ത് ആദ്യം തുടങ്ങേണ്ടത് മനസ്സിലാണ്. അതായത് ഞാൻ പണം സമ്പാദിക്കാൻ അർഹതയുള്ളവളാണ്, എന്നിലേക്ക് ധാരാളം പണം വരുന്നതിന് യാതൊരു തടസ്സവുമില്ല, പണവും സമ്പത്തും ഉണ്ടാക്കുക എന്നുള്ളത് എൻ്റെ ജന്മാവകാശമാണ്. ആ ഒരു തോന്നൽ നിങ്ങളുടെ മനസ്സിൽ ആദ്യം ഉണ്ടായിരിക്കണം. അത്തരത്തിലുള്ള തോന്നൽ നിരന്തരമായി നിങ്ങൾ അത്തരത്തിൽ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ മനസ്സിന്റെ താക്കോല് നിങ്ങൾക്ക് തുറക്കാൻ പറ്റും. പണവുമായി നിങ്ങളുടെ മനസ്സ് അലൈനാവും. പിന്നെ രണ്ടാമത്തെ താക്കോൽ വേണ്ടത് വാക്കിന്റെ താക്കോലാണ്. നിങ്ങളുടെ വാക്കിന്റെ താക്കോല്, നിങ്ങൾ ഈ പണം ഇല്ല, എനിക്ക് പണം ബുദ്ധിമുട്ടാണ്, കടമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങളുടെ വാക്കില് ആ പണവുമായുള്ള എനർജി ഉണ്ടാവത്തില്ല. അപ്പൊ നിങ്ങൾ അതിനു വേണ്ടി നിങ്ങൾ പറയേണ്ടത്, എൻ്റെ കയ്യിൽ ധാരാളം പണമുണ്ട്, എന്നിലേക്ക് പണം ഞാൻ കഷ്ടപ്പെടാതെ തന്നെ ധാരാളമായി ഒഴുകി വന്നുകൊണ്ടേയിരിക്കുകയാണ്, എല്ലാ വഴികളിൽ നിന്നും എല്ലാ ദിശകളിൽ നിന്നും എന്നിലേക്ക് പണം വന്നുകൊണ്ടേയിരിക്കുകയാണ്. ആ ഒരു കൺസെപ്റ്റിൽ വേണം നിങ്ങൾ പണത്തെക്കുറിച്ച് സംസാരിക്കാൻ. പണം നിങ്ങളുടെ കയ്യിൽ ധാരാളമുണ്ട്, ആ ഒരു രീതിയിൽ. പിന്നെ മൂന്നാമത്തെ താക്കോൽ വരുന്നത് നന്ദിയുടെ താക്കോലാണ്. നന്ദി, നമ്മളുടെ കയ്യിലുള്ള ഓരോ രൂപയ്ക്കും നമ്മൾ നന്ദിയുള്ളവരായിരിക്കാം. നമ്മളുടെ കയ്യിലേക്ക് വരുന്ന ഓരോ രൂപയോടും നമ്മൾ നന്ദി പറയുക. ആ ഒരു നന്ദി പറച്ചിലൂടെ നിങ്ങൾ ആ നന്ദിയുടെ താക്കോൽ നിങ്ങൾക്ക് തുറക്കാൻ പറ്റും. പിന്നത്തെ താക്കോൽ, നാലാമത്തെ താക്കോൽ വരുന്നത് പ്രവൃത്തിയുടെ താക്കോലാണ്. നിങ്ങൾക്ക് ഈ പണം എല്ലാം വേണം, പണം ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്, ഇതെല്ലാം പറഞ്ഞാലും നിങ്ങൾ അതിനു വേണ്ടി ഒരു എഫർട്ട്, ഒരു ആക്ഷൻ എടുക്കാതെ നിങ്ങളിലേക്ക് അത് വരില്ല. അപ്പൊ പണം ഉണ്ടാക്കാനുള്ള ഏതെങ്കിലും ഒരു ചെറിയ ആക്ഷൻ എടുത്ത് നിങ്ങൾ തുടങ്ങണം. അപ്പോൾ നിങ്ങളുടെ മുൻപിലേക്ക് ഒരുപാട് അവസരങ്ങൾ ഉണ്ടാവും, നിങ്ങൾക്ക് ചുറ്റും പണമുള്ള അവസ്ഥ വരും. ഇനി ലാസ്റ്റത്തെ നമ്മളുടെ താക്കോൽ തുറക്കേണ്ടത് ആത്മീയ താക്കോലാണ്. അതായത് നിങ്ങളുടെ എനർജി എത്രത്തോളം ഹൈ ആണ്, ആ ഒരു ഹൈ എനർജിയിൽ മാത്രമാണ് നമുക്ക് പണം നമ്മളെ തേടി വരികയുള്ളൂ. അപ്പൊ നിങ്ങളുടെ എനർജി ഒരു സമ്പത്തിന്റെ ഹൈ എനർജി ആണോ എന്നുള്ളത് നോക്കുക. അതും കൂടി നിങ്ങൾ ആ ഒരു എനർജിയിലേക്ക് നിങ്ങളുടെ ചിന്തകളും വികാരങ്ങളും നിങ്ങൾ മാറ്റുക. അപ്പോൾ നമ്മൾ ആ ഒരു ആത്മീയ എനർജിയും നമ്മൾ അതിന്റെ താക്കോലും നമ്മൾ തുറന്നു കഴിഞ്ഞു. ഈ ഒരു 5 താക്കോലുകളും നിങ്ങൾക്ക് തുറന്നു കഴിഞ്ഞാൽ പണത്തിന്റെ താക്കോൽ പിന്നെ നിങ്ങളുടെ കയ്യിലാണ്, സമ്പത്തിന്റെ താക്കോൽ. അപ്പോൾ ഈ ഒരു 5 കാര്യങ്ങളുടെ താക്കോൽ നിങ്ങൾ തുറന്ന് നിങ്ങൾ എല്ലാവരും സമ്പത്തിന്റെ താക്കോൽ കയ്യിലാക്കും. നിങ്ങൾക്ക് വളരെ സമൃദ്ധമായ ഒരു ജീവിതമാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. ഇനി കൂടുതൽ മണി മാനിഫെസ്റ്റേഷൻ ടെക്നിക്കുകൾ അറിയാൻ വേണ്ടി നമ്മളുടെ വാട്സപ്പ് വഴി കോച്ചിങ് നടത്തുന്നുണ്ട്. വാട്സപ്പ് നമ്പറുമായി ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ എല്ലാവരും സമൃദ്ധിയോടുകൂടി ജീവിക്കൂ. ഗോഡ് ബ്ലെസ് യു ഓൾ. നിങ്ങൾ എല്ലാവരും ഈ കാര്യം ചെയ്യും എന്ന് ഉറപ്പുള്ളവർ എല്ലാവരും 888 എന്ന് നമ്മളുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യൂ. മണിയുടെ ഫ്രീക്വൻസിയാണ് 888.